തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഇത് ദൈവത്തിൻ്റെ പുത്രനുമായ യേശുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ കാലഘട്ടത്തിൽ യേശു ഒരു ശബ്ദത്തിൽ ഒരു രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ ഈ ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാം കൂടെ കൂടി അവനെതിരെ ഭയങ്കര കംപ്ലൈൻറ്റ് വരുത്തി അവനെ മുടക്കി. അവനെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ പറയുകയാണ്, എടാ നിൻ്റെ അംഗീകാരമൊന്നും എനിക്ക് വേണ്ട, എൻ്റെ പിതാവിൻ്റെ അംഗീകാരത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ശുശ്രൂഷിക്കുക. അപ്പോൾ ഈ അപ്രൂവൽ അഡിക്ഷൻ്റെ കാലമല്ലേ ഇപ്പം? എല്ലാവരും അപ്രൂവ് ചെയ്യണമല്ലോ നമ്മളെ. ഒന്ന് അപ്രൂവ് ചെയ്യാൻ, നമ്മളെ അപ്രൂവ് ചെയ്യാതിരിക്കുമ്പോഴല്ലേ നമുക്ക് ഭയങ്കര ദേഷ്യമല്ലേ ഇല്ലേ? നമ്മൾ ദേഷ്യപ്പെട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മളൊന്നും അല്ലാതായിത്തീരുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകും. നമ്മളവിടെ കറക്റ്റീവ് ഫോഴ്സായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് തോന്നും. ദൈവത്തിൻ്റെ അപ്രൂവൽ മതി നിനക്ക്. ദൈവത്തിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ നീ എന്നും ദൈവത്തിൻ്റെ മനസ്സിനകത്ത് കാണും, ദൈവത്തിനകത്ത് കാണും, ദൈവത്തോട് ചേർന്ന് കാണും. അവരോട് സ്വർഗീയ അധികാരമുള്ള യേശുവിനെ പോലെ ആ സ്വർഗീയ അധികാരത്തിൽ നടക്കണം. അത് ഇംപ്രസ്. ചില ആളുകൾ ചിലപ്പോഴൊക്കെ നിങ്ങളോട് കാണും, എപ്പോഴും കാണുകയില്ല കേട്ടോ, ചിലപ്പോഴൊക്കെ നിങ്ങളോട് കാണും, നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കണേ നിങ്ങളോട് കാണും. ഈ കാണുന്നവൻ്റെ സാധിക്കാനേ സാധിച്ചുള്ളൂ, അല്ലാത്തവനെയും കാര്യം സാധിച്ചുള്ളൂ. എല്ലാവരുടെയും അപ്രൂവലിൽ, ദൈവത്തിൻ്റെ അപ്രൂവലിൽ ലഭിച്ച ഒരാൾ ഇത് മുഴുവൻ യേശു ചെയ്ത പോലെ ചെയ്യണം. യേശു ചെയ്തതുപോലെ ചെയ്യണം. ഒരു രോഗിയെ കണ്ടാൽ അവന് സൗഖ്യം കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ന്യായപ്രമാണം തെറ്റിക്കണമെന്നല്ല പറയുന്നത്. ന്യായപ്രമാണമുണ്ട്, വേദപുസ്തകമുണ്ട്, ഇതെല്ലാമുണ്ട്, ഭരണഘടനയുണ്ട്, ഇതെല്ലാമുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിന്നകളിലുണ്ടെങ്കിൽ, ദൈവം നിന്നോട് പറയുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നെ താങ്ങുന്നുണ്ടെങ്കിൽ, ദൈവികമായ കൂട്ടായ്മയുണ്ടെങ്കിൽ നീ അത് ചെയ്യണം. നിനക്കതിന് ആരോഗ്യം കിട്ടും, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. ദൈവം നിനക്ക് അതിനുള്ള സകല കാര്യങ്ങളും ചെയ്ത് നിനക്ക് ഒരു ദോഷവും വരാതെ എൻ്റെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പുള്ള നാളുകളാണല്ലോ ഇത്. യേശു കർത്താവിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന 40 ദിവസത്തെ സൂചിപ്പിക്കുന്ന ദിനങ്ങളാണല്ലോ സഭാ കലണ്ടർ അനുസരിച്ചുള്ള ഈ ദിനങ്ങൾ. അതുകൊണ്ട് കർത്താവ് നിൻ്റെ കൂടെ, ഉയർത്ത കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട്. ഒന്നും ചെയ്യാനൊക്കെയല്ല ശാസ്ത്രിക്കോ മഹാപുരോഹിതനോ അന്നത്തെ പട്ടാളക്കാരനോ പീലാത്തോസിനോ ഒന്നും, ഒരു കോടതിക്കും ഒന്നും ചെയ്യാനൊക്കെയല്ല. നിൻ്റെ കൂടെ കർത്താവുണ്ട്. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകത്തിൻ്റെ ഇംപ്രഷന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരുന്ന് കർത്താവിൻ്റെ വേല ചെയ്ത് കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കുന്ന ആ കർത്താവിൻ്റെ ഹിതത്തിൽ പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ബലഹീനരാകുന്ന ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ ശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോകത്തിൻ്റെ സ്നേഹം, ലോകത്തിൻ്റെ അപ്രൂവലിനല്ല, ദൈവത്തിൻ്റെ അപ്രൂവൽ വാങ്ങുവാനുള്ള ആവേശത്തോടെ മുന്നോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ കൃപ ആവരിച്ചാട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവരിച്ചാട്ട് ഇന്ന് നടക്കുന്ന എല്ലാ വിവാഹ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അമിതമായി അത്ഭുതകരമായി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിശേഷ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ട്രംപ് അവരുകളും സെനറ്റേഴ്സ്, മേയേഴ്സ്, ഗവർണേഴ്സ്, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ കൃപ എപ്രകാരം വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, നിറയട്ടെ. കർത്താവ്, യേശുവിൻ്റെ അപ്രൂവൽ ഞങ്ങൾക്ക് ലഭിച്ച, ലോകത്തിൻ്റെ അപ്രൂവൽ, യേശുവിൻ്റെ അപ്രൂവൽ മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രി, സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്,
നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിനായിട്ടുള്ളവർ, വിശ്രമജീവൻ നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവർക്കും അങ്ങയുടെ ദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.